നിയമ നിർമ്മാണ സഭകളിൽ വേണമെങ്കിൽ തുണിയഴിച്ച് പൂർണ്ണനഗ്നനായി ഒരാൾക്ക് സംസാരിക്കാം. അയാൾ പറയുന്നത് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. പൊതു ഇടങ്ങളിൽ വിശ്വാസമായി, അനുഷ്ഠാനമായി, ആചാരമായി നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ആയിരങ്ങൾക്ക് ഉടുമുണ്ട് അഴിച്ച് പൊതു ഇടത്തിൽ വരാം. അത് ആദരിക്കാനും ആചരിക്കാനുമൊക്കെ സിസ്റ്റങ്ങളടക്കം തയ്യാറാണ്. വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും നിലപാടിൻ്റെയും പേരിൽ ആയുധങ്ങളുമായി വേണമെങ്കിൽ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. കാരണം അത് വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമാണ്. കുരിശുമാല ധരിക്കാനും വേഷവിധാനങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെ സ്വാഭാവികമായ അവകാശങ്ങൾ നൽകപ്പെടുന്നു. കാരണം അത് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും മൗലിക അവകാശങ്ങളുടെയും ഭാഗമാണ് എന്നത് മാത്രമാണ്. എന്നാൽ മുസ്ലിം പെൺകുട്ടി തലയിൽ 1 മീറ്റർ തുണി ധരിക്കുമ്പോഴേക്ക് അവളുടെ ശരീരം മറക്കുന്ന 8 നിബന്ധനകൾ പാലിക്കുന്ന വേഷം ധരിക്കുമ്പോഴേക്ക് അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ആംഗിളുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രമാണ് ഈ വിഷയം. ഓരോ ആഴ്ചയിലേക്കും ഓരോ വിവാദ വിഷയമാണ്, ഓരോ ദിവസത്തേക്കും ഓരോ വിവാദ വിഷയമാണ്. ഇത്തരമൊരു ഘട്ടത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു മർമ്മം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വികാരങ്ങളെ ഇളക്കിവിടലും കൂടുതൽ പ്രകോപിതരാക്കലും അജണ്ടകളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ സാഹചര്യമൊരുക്കലുമാണ് എന്നത് ഓർക്കുക എന്നതാണ് ഇതിൽ ആദ്യത്തെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ, ജിഹാദിന്റെ പേരിൽ അസഹിഷ്ണുക്കളായ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങളെന്നും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് മറ്റു മതസ്ഥരെ ഇല്ലായ്മ എന്നുമുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട്. ആ ക്യാമ്പയിനിന്റെ അനന്തരഫലമാണ് ഒരു മുസ്ലിമിനെ താടി ധരിച്ച് കാണുമ്പോൾ ആളുകൾക്ക് മറ്റൊരു രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്നത്. ഞാൻ എൻ്റെ പല സ്പീച്ചുകളിലും പലപ്പോഴും പങ്കുവെച്ചൊരു കാര്യം ഞാൻ ഒന്നുകൂടി ഇവിടെ വിഷയം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു യാത്രയിൽ എൻ്റെ തൊട്ട് മുന്നിൽ വന്നിരുന്ന 2-3 ആളുകൾ സംസാരിക്കുന്നത് എൻ്റെ താടിയെക്കുറിച്ചാണ്. എൻ്റെ ബാഗിൽ ബോംബുണ്ടാകുന്നൊക്കെ അവരിങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു മലയാളി ഹിന്ദി പറയണതും ഒരു യഥാർത്ഥ ഹിന്ദി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി ഹിന്ദി പറയണതും തമ്മിൽ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലായി. അന്ന് ഫ്രാൻസിലെ പത്രോഫീസിൽ പ്രവാചകനെതിരിൽ കാർട്ടൂൺ വരച്ച പത്രോഫീസിൽ കയറി ഏതോ അവിവേകികൾ വെടിയുതിർത്തൊരു ദിവസമായിരുന്നു. അതിൻ്റെ ന്യൂസ് കവറേജിലായിരുന്നു അന്നത്തെ പത്രങ്ങളൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ ഉള്ളത് മലയാള പത്രമാണ്. മലയാളം വായിക്കാൻ മാത്രം ഇവിടെ ജീവിച്ചൊരു ബംഗാളി ആരാണെന്ന് അറിയണം എന്നുള്ളവർക്ക് ഞാനും അങ്ങനെ തന്നെ ഇരുന്നു കുറച്ചേരം, ഒരു ചെറിയ തൂങ്ങിയുറക്കത്തിൽ, ബോധപൂർവമുള്ളൊരു തൂങ്ങിയുറക്കത്തിൽ. അപ്പോൾ എനിക്കൊരു സ്റ്റോപ്പും കിട്ടണില്ല. ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ്, എനിക്കൊരു സ്റ്റോപ്പും കിട്ടണില്ല ഇവരെടുത്ത് ഇടപെടാൻ. അവസാനം അവരിൽപ്പെട്ട ഒരാൾ മറ്റയാളോട് ചോദിച്ചു, അബീഹം കിതർ പഹുഞ്ച, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? അപ്പം അതിന് ഉറക്കച്ചോടോടെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, അബീഹം കൊയിലാണ്ടി പഹുഞ്ച ആപ്കാ കിതർ ജാനാ ഹെ സർ. നമ്മളിപ്പോൾ കൊയിലാണ്ടി എത്തി, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് സർ? അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്നോട് സോറി പറഞ്ഞു. ഞങ്ങളിങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സാറിനെ പറ്റി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഇതൊന്നും നമ്മുടെ പുതിയ അനുഭവങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഞാൻ 5 ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രവാചകനെ കുറിച്ചുള്ള 5 ചരിത്രം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്റെ താടി കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുടെ കാരണം അവരല്ല. ഇവിടെ ഒരു ഇസ്ലാമോഫോബിയ ക്യാമ്പയിനിന്റെ, ഒരു ഇസ്ലാം ഹെയ്റ്റ് ക്യാമ്പയിനിന്റെ, ഇസ്ലാമിനെ പേടിയുടെ പ്രതീകമാക്കുന്ന ക്യാമ്പയിനിന്റെ, ഇസ്ലാമിനെ വെറുപ്പിന്റെ, ഇസ്ലാമിലെ ചിഹ്നങ്ങളെ വെറുപ്പിന്റെ പ്രതീകമാക്കുന്ന ക്യാമ്പയിനിന്റെ ഒരു നീണ്ട തുടർച്ചകൾ 24 hours 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വികാരപ്പെട്ട് ഇടപെട്ടാൽ, ഒരു കമന്റ് കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം കൊണ്ടെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടെങ്കിലും ഇങ്ങനെ ഇസ്ലാം വിമർശനങ്ങളും ഇസ്ലാമിക വിഷയങ്ങൾ വിവാദമാകുമ്പോഴൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുക ആർക്കാണ്? അതിന്റെ ഗുണം കിട്ടുക ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ആളുകൾക്കാണ്. അവരുടെ സ്ക്രിപ്റ്റിലെ
അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ രീതികൾ, അതൊക്കെ പഴച്ചാൽ സംഭവിക്കുക. 100% അതാണ് സംഭവിക്കുക. ഇതൊരിക്കലും തീരാൻ പോണില്ല. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതമാണെന്നാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ഇമേജിൽ കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റ് ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രാഫ് കിട്ടും. വെറുതെ തള്ളണമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് വിവാദമായിക്കൊണ്ടിരിക്കും. രണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദീനും അവരുടെ വിശ്വാസവും അവരുടെ നിലപാടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ വിവാദമാക്കിയ നല്ല റീച്ച് കിട്ടും മീഡിയകൾക്ക്. അതുകൊണ്ട് ഇതെപ്പോഴും ഒരു പ്രധാന വിഷയമായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ 3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറയണം. ഒന്ന്, ഒരിക്കലും അവിവേകത്തിന്റെ ഒരു സ്വഭാവമോ രീതിയോ ഒന്നും ഉണ്ടായിക്കൂടാ. നമുക്കൊരു മുസ്ലിം പേരും ഒരു മുസ്ലിം ചിഹ്നങ്ങളൊക്കെ അഡ്രസ്സൊക്കെ ഉണ്ടായാൽ തന്നെ മതി നമ്മൾ കാരണം മൊത്തം മുസ്ലിങ്ങൾ ഇതിൽ വിമർശിക്കപ്പെടാൻ, അല്ലേ? നമ്മൾ കാരണം മൊത്തം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ നമ്മുടെ ആ പേര് മാത്രം മതി. ഞാൻ 1-2 വിശദാംശങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ഗേ ക്ലബിൽ കയറിയിട്ട്, ഗേ ക്ലബ്ബ് എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ വ്യാപകമായിട്ടുള്ളതാണ്. പുരുഷനും തമ്മിൽ സെക്സ് നിർവഹിക്കപ്പെടുന്ന ഒരു ഗേ ക്ലബിൽ കയറിയിട്ട് ഒരു ചങ്ങാതി ഗേകളെ വെടിവെച്ചിട്ടു. അവിടെ ഉണ്ടായിരുന്ന 1-2 ആളെ വെടിവെച്ചിട്ടു. അയാൾ ഒരു മുസ്ലിം പേരുള്ള ആളായിരുന്നു. മുഹമ്മദ് ലഹൂജ എന്നാണ് അയാളുടെ പേര്. അയാൾ അതിന്റെ പേരിൽ ഇസ്ലാം ഈ പറയുന്ന ഗേ സെക്സിനെ, പുരുഷനും തമ്മിലുള്ള സെക്സിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളും സംഗതികളൊക്കെ എടുത്തിട്ട് ചെയ്തവനും ചെയ്യപ്പെട്ടവനും രണ്ടാളും, ആ പണി ചെയ്ത ആളും അതിന് നിന്നുകൊടുത്ത ആളും രണ്ടാളും കൊല ചെയ്യപ്പെടേണ്ടതാണ്. അത് ഭരണകൂടം അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടതാണെന്നുള്ള തെളിവുകളൊക്കെ എടുത്തിട്ട് ഇതിന്റെ ടോട്ടൽ ഉത്തരവാദിത്തം ലോകത്തെ മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുത്തു ചില ആളുകൾ. യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രശ്നം എന്തായിരുന്നു? പിന്നീട് മീഡിയകൾ തന്നെ അത് പുറത്തു കൊണ്ടുവന്നു. ഇയാളുടെ പ്രശ്നം എന്തായിരുന്നു? ഇയാളുടെ പ്രശ്നം ആകുന്നായിരുന്നു, ഇയാളുടെ ഗേ പാർട്ട്ണർ ആണ് ഈ പറഞ്ഞ മനുഷ്യൻ. അയാൾ മറ്റൊരാളുമായി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്കുണ്ടായ കലിയാണ് ഇതിന്റെ പ്രചോദനം. അയാൾ ഒരിക്കലും ഒരു മുസ്ലിമോ ഒന്നല്ല, മുസ്ലിം ഒരിക്കലും ഗേ സെക്സിനെ അംഗീകരിക്കുന്ന ഒരാളാവില്ല. അങ്ങനെ ഗേ സെക്സിനെ അംഗീകരിക്കുന്നതോടുകൂടെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതും പ്രാമാണികമാണെന്ന് പറഞ്ഞാൽ കാഫറായി പോകും. ഇങ്ങനെ എണ്ണമറ്റ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എണ്ണമറ്റ സംഭവങ്ങൾ. ഒരു വാനില് ഒരു ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു വാനില് വന്നിട്ട് മൊത്തം മനുഷ്യരെ വാനിടിച്ച് 10-60 ആളെ കൊന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിലും വ്യക്തി മുസ്ലിം പേരുള്ള ഐഡന്റിറ്റി ഉള്ള ആളാണെന്നുള്ളത് മാത്രമാണ്. ഇവർ ഈ ഒരു പണിക്ക് വരുന്നതിന്റെ മുമ്പ് അവരുടെ ബാറ് കച്ചവടം ചെയ്തിട്ടുണ്ട്. അവര് ഇതൊരു കൊട്ടേഷനായിട്ട് എടുത്തതാണ്. കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊട്ടേഷൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇത് കഴിയുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അയാളുടെ അതിൽ കൊല ചെയ്യപ്പെട്ടു. ഈ വ്യക്തിയുടെ പാസ്പോർട്ടും അനുബന്ധങ്ങളും കാണിച്ച് ഇയാൾ ഒരു മുസ്ലിമാണ് എന്നുള്ള നിലയ്ക്ക് ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യത്തിലുള്ളൂ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ വാക്കോ വരികളോ അക്ഷരങ്ങളോ മറ്റോ പഴച്ചാൽ അതിന്റെ ടോട്ടൽ ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കാണ്. അതുകൊണ്ട് ഇത്തരം വിഷയം വരുമ്പോൾ നമുക്ക് ഒന്നാമത് ഉണ്ടാകേണ്ടത് ഹിൽമും അനാത്തുമാണ്. ഹിൽമും അനാത്തും. എന്താ ഹിൽമ്? വിവേകം. അനാത്ത് എന്ന് പറഞ്ഞാലോ? അനാത്ത് എന്ന് പറഞ്ഞാൽ അവധാനത. കണ്ട അപ്പണ് ചെയ്യല്ല, കിട്ടിയ അപ്പണ് ഇടപെടല്ല, ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കി അതിൽ എന്താണ് എന്റെ വിഷയം, എങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം, എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ നോക്കി അതിൽ പ്രതികരിച്ചാൽ ഗുണമുണ്ടോ ഇല്ലേന്നൊക്കെ പരിശോധിച്ച് അത് പറയുന്ന ഒരു രീതി സ്വീകരിക്കുന്ന. ഓരോ വ്യക്തികളും അതിൽ ഇങ്ങനെ കയറി ഇടപെടുക എന്നുള്ളതൊന്നുമല്ല. കൃത്യമായ മുസ്ലിം ലീഡർഷിപ്പും അനുബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗ്രാവിറ്റി ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരിക്കൽ അഷജ് അബ്ദുൽ ഖൈസ്, അഷജ് എന്നുള്ള വ്യക്തി, അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട അഷജ് എന്നുള്ള വ്യക്തിയും അദ്ദേഹത്തിന്റെ സംഘവും വന്നു. എന്താ അവർ വരാൻ കാരണം? അവരിങ്ങനെ ഒരു ദിവസം അവരുടെ നാട്ടിൽ അവരുടെ ഗോത്രത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും സ്പോട്ടിൽ ഇസ്ലാമാകണം. നബിനെ കുറിച്ച് ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആവേശത്തിൽ അവരെല്ലാരും കൂടി കിട്ടിയ വണ്ടിമ ഓടിക്കയറിയിട്ട് ചാടിക്കയറി അതിവേഗം അവരുടെ കുതിരകളെ പായിച്ച് മദീന പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് ഇറങ്ങി. എല്ലാവരും കൂടി ഇങ്ങോട്ട് ചാടി ഓടിങ്ങിട്ട് കയറി. ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. എന്നിട്ട് നേരെ പ്രവാചകന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കലും മുത്തലും ഒക്കെ കൂടെ ഉണ്ടായി. അതൊക്കെ ഇങ്ങനെ റസൂലുള്ളാഹിനൊക്കെ സാക്ഷിയാകാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ ഒരാള്. അയാൾ വന്നു, ഒട്ടകത്തെ കൊണ്ടുപോയി കെട്ടിയിട്ടു. എന്നിട്ട് അയാൾ പോയി ഫ്രഷായി, ഒന്ന് കുളിച്ച് ഫ്രഷായി, കൊണ്ടുവന്ന പുതിയ വസ്ത്രം ധരിച്ചു.
എന്നിട്ട് അയാൾ പതിയെ വന്നു. അപ്പോ ഈ കാട്ടിക്കൂട്ടിയ മനുഷ്യന്മാരോട് പ്രവാചകൻ ചോദിച്ചു, അതാരാ? അത് ഞങ്ങളെ നേതാവാണ്, അശജാണ്. ഓ, അയാൾ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലേക്ക് മുസാഫത്ത് ചെയ്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഫീക ഹസ്ലതൈൻ, നിങ്ങളിൽ 2 ഗുണമുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു വറസൂലുഹു, ഈ 2 ഗുണങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ? അൽ ഹിൽമു വൽ അനാത്ത്. ഒന്നാമത്തത് ഹിൽമാണ്, വിവേകമാണ്. രണ്ടാമത്തത് അനാത്താണ്, അവധാനതയാണ്. ഞാനിവിടെ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥത ആശ്വാസം പോലെ വന്നപ്പോരെ, ഇങ്ങനെ കാണിച്ചു കൂട്ടേണ്ട കാര്യമല്ലല്ലോ. അപ്പോ ആ ഒരു മൊമെന്റിൽ പോലും അങ്ങനെ ഇടപെടണതിനെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന്റെ അർത്ഥതാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പറഞ്ഞ കുറെ നിയമങ്ങളുണ്ട്. ഒരു സ്വഹാബി സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വളർത്തുപുത്രൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു വ്യക്തിനെ വെട്ടി, വാളോങ്ങി വാള് താഴ്ന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. പക്ഷെ സയ്യിദ് അയാളെ വെട്ടി താഴിട്ടു. ഇതറിഞ്ഞപ്പോ പ്രവാചകൻ ഇങ്ങനെ പള്ളിയിലൂടെ അസ്വസ്ഥനായി നടന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്തിനു വെട്ടി നിങ്ങൾ അയാളെ? അയാൾ ഷഹാദത്ത് ചൊല്ലിയ ആളല്ലേ നബിയെ. അസ്വസ്ഥനായി പ്രവാചകൻ ഇതിങ്ങനെ പറയുമ്പം അയാൾ പറഞ്ഞു, നബിയെ, അയാൾ യുദ്ധത്തിലെ തന്ത്രം എന്നുള്ള നിലക്ക് തിരിച്ചു വെട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഉടനെ തിരിഞ്ഞു നിന്ന് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? അഫലാ ശകക്ത ഖൽബഹ്, നിങ്ങൾ അയാളുടെ ഹൃദയം തുരന്നു നോക്കിയിട്ടുണ്ടോ? അയാളുടെ ഹൃദയം തുരന്നു നോക്കിയിട്ടുണ്ടോ എന്നാണ്. നമ്മൾ വേറൊരാളെ അവലോകനം ചെയ്യണ നമ്മളെ ഒരു രീതികളൊക്കെ ഒന്ന് പുനർനിർവചിക്കാൻ ഇത് പറ്റും. ഓനൊന്നും ശരിയാവില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെ. ഏത് യുദ്ധമുഖത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി വാളൊടുത്തു വന്ന വ്യക്തി അയാൾ കുടുങ്ങിയെന്ന് ഉറപ്പായപ്പോ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി, അതുകൊണ്ട് ഞാൻ അയാളെ വെട്ടിയിട്ടതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വ്യക്തി, ആ വ്യക്തിയോട് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നീ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ഖാലിദ് ഇബ്നു വലീദ് എന്ന സർവ്വസൈന്യാധിപനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. ആ കത്തങ്ങോട്ട് എത്തി. 2 കാര്യ കത്തിലുണ്ടായിരുന്നത്. 1, അബൂബക്കർ മരിച്ചു. 2, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചു. 2, നിങ്ങളെ സ്ഥാനത്ത് നിന്ന് നീക്കി. ആ സ്ഥാനം അംർ ബിൻ ആസിക്ക് കൊടുത്തു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന എന്താ അറിയോ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. കുറച്ച് സ്പീഡ് കൂടുതലാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എത്രയാ! അദ്ദേഹം സൈന്യങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് ചെങ്കുത്തായ മലകൾ ചവിട്ടി കയറി ഭരണാധികാരികളുടെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലെത്തി അവിടെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്ത്, ഞാൻ ഖാലിദാണ്, എന്റെ സൈന്യം പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത്, ആ കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ രീതി അതാണ്. മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ട യുദ്ധം കൊണ്ടേറ്റം പൊട്ടിക്കലല്ല, മുന്നറിയിപ്പ് കൊടുക്കാൻ അവിടെ ചെന്ന്. അപ്പോ അത്ര വലിയ മഹത്വങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയെ സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്തുകൊണ്ടാ? ഖാലിദിന്റെ സ്പീഡ് ഇത്തിരി കൂടുന്നുണ്ട്, അത് ഇസ്ലാമിക സമൂഹത്തിന് ഗുണം ചെയ്യൂല എന്നുള്ളതുകൊണ്ടായിരുന്നു എന്നാണ് ഒരു കാരണം പറഞ്ഞത് പണ്ഡിതന്മാര്. അവർ ചെയ്തതിലെ തെറ്റും ശരിയും വിലയിരുത്തേണ്ട ഒരു കാര്യം നമുക്കില്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തത് അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്തത് അവർക്ക് കിട്ടും. ഓരോ സ്വഹാബിക്കുള്ള ഫദ്ലുകൾ അംഗീകരിക്കുക എന്നുള്ളതാ ചെയ്യേണ്ടത്. ഇനി അവിടെ ഖാലിദ് കാണിച്ചൊരു അനാത്തുണ്ട്, ഹെൽമുണ്ട്. ഇത്രയും ഞാൻ യുദ്ധം ചെയ്തിട്ടും എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത്, എന്നാ വള്ളി വെക്കാന്ന് വിചാരിച്ചോ? ഇല്ല. അദ്ദേഹം യുദ്ധമുഖത്തേക്ക് കിട്ടിയ കത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. യുദ്ധമൊക്കെ കഴിഞ്ഞ് സൈനികന്മാരൊക്കെ ഇങ്ങനെ വിശ്രമത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ യോഗം വിളിച്ചു, കത്ത് വായിച്ചു. ആദ്യം സദസ്സിൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഉച്ചത്തിൽ നിറക്കണ്ണുകളോട് അവർ ചൊല്ലി. 2, അധികാരത്തിന്റെ ചുമതല കൈമാറിയപ്പോ ഖാലിദിനെ പോയി പിരികയറ്റാൻ ആരും ഉണ്ടായില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത ആളല്ലേ, ഇങ്ങനെ ചെയ്ത ആളല്ലേ, പിന്നെന്തപ്പോ ഒരു മാറ്റല്, ഒന്നും ഉണ്ടായില്ല. ഖലാസ്, മേലെന്ന് ഖലീഫിന്റെ ഉത്തരവാണ്, ഖലാസ്. അദ്ദേഹം ഒരു സാധാരണ സൈനികനെ പോലെ പിന്നിൽ നിന്നിട്ട് അവസാനം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ സർവ്വസൈന്യാധിപനായി പോരാടി, ഇനി ഒരു സാധാ പട്ടാളക്കാരനായി ഞാൻ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് എന്റെ റബ്ബ് പരിശോധിക്കുന്നതാണെന്നാണ്. അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ചില അസ്ലുകളുണ്ട്. ഇമാം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ? അവ്വലുൽ ഖൽബി ജുനൂൻ. ഏത് കാര്യത്തിലും ആദ്യം വരുന്ന ദേഷ്യം ഭ്രാന്തന്റെ ദേഷ്യമാണ്. തല കിലുങ്ങിപ്പോയ, മനസ്സിലാൻ വേണ്ടി പറയണേ, രോഗിയായി പോയ, ചുറ്റുപാട് അറിയാത്ത ഒരാൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത ഒരാളുടെ അവസ്ഥയായിരിക്കും. കോപത്തിന്റെ ആദ്യ സാധനം അതായിരിക്കും. എന്താ? ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കും. വാഹ്റുഹുനദം, അതിന്റെ അവസാനം ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് ഫമൻ മലക നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യത്തിന്റെ സമയത്ത് നിയന്ത്രിക്കാൻ പറ്റിയവൻ സലീമ, അവൻ രക്ഷപ്പെട്ടു എന്നാണ്. അൽ ഹലീമു മൻ, ഹലീം എന്ന് പറഞ്ഞ ആരാണ്? അവൻ ഊഹിന, അവൻ വഷളാക്കപ്പെട്ടാൽ, അവൻ അവഹേളിക്കപ്പെട്ടാൽ, അവൻ നിന്ദിക്കപ്പെട്ടാൽ, ലം യഗ്ളബ്,
അവൻ ദേഷ്യപ്പെടുകയില്ല. ഫൈദ ദുലിമ, അവൻ ആക്രമിക്കപ്പെട്ടാൽ ലം യന്തഖിം, ആ ആക്രമിക്കപ്പെട്ടതിന് അപ്പം തന്നെ പ്രതിക്രിയ ചെയ്യാനും നടപടിയെടുക്കാനും പോകൂല എന്നാണ്. അപ്പൊ ഞാനിവിടെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു ഭാഗമായി ഇത് കൊണ്ടുവന്നത്, ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും പുതിയ ഇസ്ലാം വിമർശനങ്ങളും പുതിയ ക്യാമ്പയിനുകളും പുതിയ ഇരട്ട നീതികളും പുതിയ അനീതികളും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ അസ്വസ്ഥരായി വൈകാരികമായി അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ. പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വിഷയത്തെയും ഭയങ്കര ഇങ്ങനെ പ്രാമാണികമായി ഇങ്ങനെ തെളിയിക്കാൻ നടക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട് സാമൂഹ്യ മാധ്യമം. ഏത് വിഷയം വന്നാലും മൂപ്പരൊരു വീഡിയോ ഉണ്ടാവും. അതിന് കാണുന്നതോടുകൂടെ ഏകദേശം 2-3 ലക്ഷം ആളുകൾ അയാളുടെ ഒരു കാഴ്ചപ്പാട് കിടത്തും. അയാൾ പറയാ, കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഒരു നിർബന്ധ വിഷയമല്ല. കന്യാസ്ത്രീകളെ സംബന്ധിച്ച പോലെ അല്ല ഹിജാബ് മുസ്ലിം സ്ത്രീകൾക്ക് അതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല, ഒരു നിർബന്ധ ബാധ്യതയല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചില സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പറയേണ്ട, ഇവിടെ ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന ജെമിനി പോലെ ChatGPT പോലെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ റിപ്ലൈ ഇട്ടു. യൂട്യൂബിൽ ആ റിപ്ലൈ ഉണ്ട്. അതിന്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്ത് എന്താ, ഇവനൊക്കെ എടാ സംഘി എന്ന് വിളിക്കാൻ നിനക്ക് ധൈര്യമില്ല അല്ലേ? ആരെയും പറയണേ? ഒരു കുന്തവും ചെയ്യാത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കമന്റ് അടിച്ചെടുക്കുന്ന ഒരാള് ഞാൻ ഈ ചങ്ങാതിനെ സംഘി എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അവന്റെ ഭയങ്കര പ്രശ്നം. ഇതൊരു കൊണക്കടാണ്. ഇതുണ്ടല്ലോ ഇങ്ങോട്ട് ഇളകി മറിയണ ഒരു സ്വഭാവം. ഇതൊക്കെ ഈ സ്വഭാവമുള്ള ആളുകൾ അവരാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യുക. ഞാൻ എനിക്ക് പറ്റുന്നൊരു കാര്യം, എന്റെ അടുത്ത് അപ്പുണ്ടേനെ മൊബൈൽ ക്യാമറ വെച്ച് ഒരു സാധനം ഷൂട്ട് ചെയ്തത് ലേറ്റായി പോകണ്ടെന്നുള്ളത് ഞാനത് ഇട്ടു. ഞാൻ ചെയ്ത കാര്യം പറയാൻ വേണ്ടി പറയില്ല. എനിക്കുണ്ടായ ഫീലിംഗ് എത്ര നിങ്ങൾ, ഞാൻ ഡീറ്റെയിൽ ടെക്സ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഹദീസ് ഓർമ്മ വന്നു. എന്താ അറിയോ, ആദ്യത്തെ ഖലബ് അത് ഭ്രാന്തന്റെ ഖലബാണ്. അവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി. ഞാൻ വിശദമായിട്ട് ടെക്സ്റ്റ് ഇട്ടേക്ക്. എന്താ, വളരെ എനിക്ക് ഭയങ്കര പേടിയാണ്, നിങ്ങളെ സംരക്ഷണത്തിന് ഇപ്പൊ ഞാൻ ആകെ ജീവിക്കണത്, നിങ്ങളോട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കഴിഞ്ഞു പോകും എന്നുള്ള അർത്ഥത്തിൽ ഒരു കമന്റ് ഇട്ടു. പിന്നെ ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു രീതി നമ്മളെടുത്ത് ആരെടുത്തെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നല്ല 2 പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞാലേ ഫാഷിസത്തെ പ്രതിരോധിക്കലാവുള്ളൂ എന്നാണ് അല്ലേ ചില ആളുകൾ വിചാരിച്ചു വെച്ചത്. അതൊരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നിങ്ങളോടാണ് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വല്ലാഹി നിങ്ങളോടാണ് കേട്ടോ, വല്ലാഹി നിങ്ങളോടാണ്. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് എന്താ അറിയോ, രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹലക്കൽ മുത്തനത്തിഊൻ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച 2670 ഹദീസാണിത്. അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അമിതത്വം കാണിക്കുന്നവരെ ഹിൽം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ, 2 അമിതത്വം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന ദീന യുസ്റുൻ, ദീൻ യുസ്റാണ്. വല യുശാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ദീനിനെ വെറുതെ ഓവറാക്കാൻ ശ്രമിച്ചാൽ ദീന് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഒന്ന് ഇസ്ലാമിൽ ഇല്ലാത്തൊക്കെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനോട് നിറച്ചിട്ട് താങ്ങാൻ കഴിയാത്തൊരു സാധനമാക്കുക. 10,000 ദിക്റല്ലാണ്, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് ചെല്ലാൻ പറ്റിയ എണ്ണം ദിക്റന്നെ പലതും ഇസ്ലാമിലുണ്ട്. അതിത്തൊരു ദിക്റും ഹിഫ്ളും ഉണ്ടാവില്ല, അത് ചെല്ലൂല്ല, അത് പഠിക്കൂല. എന്നിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തിട്ട് പൂർത്തിയാക്കുക അല്ലേ. അതല്ലെങ്കിൽ ചെല്ലിയത് അവിടെ കെട്ടി ഊതി വെച്ചിട്ടുണ്ടാവും, അത് വാങ്ങിയിട്ട് അതിന്റെ പൈസ കൊടുത്തിട്ട് ആ ദിക്ർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് അമിതത്വത്തിന്റെ രൂപം. രണ്ടാമത്തെ ഒരു രൂപം എന്താ? രണ്ടാമത്തെ രൂപം ഇസ്ലാം പറഞ്ഞ അസ്ലുകൾക്ക് അപ്പുറത്തേക്ക് പോവുക. അതുമില്ല കേട്ടോ, അതുമില്ല. ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്താ അറിയോ? മൂന്നാമത്തെ ഒരു സംഭവം അല യൂഷിഖ് റജുലുൻ ശഅബാനു അല അരീഖത്തിഹി, ഒരാളിങ്ങനെ വയറൊക്കെ നിറച്ച് സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, അലൈക്കും ബിഹാദിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ എടുത്താൽ മതി. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ, നിങ്ങൾ അതിൽ കണ്ട ഹലാലുകളൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളി, അതിലില്ലാത്ത കാര്യങ്ങളൊന്നും, അതിലില്ലാത്തതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, സ്വീകരിക്കാൻ പോണ്ട എന്ന് പറയണ ഒരു സാഹചര്യം വരും എന്നാണ്. അങ്ങനത്തെ ഒരു കാലം റസൂൽ പ്രവചിച്ചു. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫഅഹില്ലു, ഖുർആനിൽ കണ്ട ഹലാലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഫമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹരിമു, ഖുർആനിൽ കണ്ട ഹറാമൊക്കെ നിങ്ങൾ എടുത്തോളൂ, അതിന്റെ അപ്പുറത്തേക്കുള്ളത് നിങ്ങൾ എടുക്കണ്ട എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പറയാം, ഹിജാബൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു വിഷയം ആക്കേണ്ടതുണ്ടോ? നമുക്ക് തോന്നുകയാണ് ഹിജാബ് അങ്ങനെ ഒരു വിഷയം ആക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയേണ്ടത് ആരാണ്? ഖുർആനാണ് പറയേണ്ടത്, വിശുദ്ധ ഖുർആനാണ് പറയേണ്ടത്. ഖുർആനിൽ അതിനകത്ത് സംബന്ധിച്ച് അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് അല്ലേ. അപ്പൊ അതൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ അല്ലേ, അപ്പൊ അവർക്ക് അവരുടേതായ പ്രാക്ടീസിങ് രീതികൾ ഉണ്ടാവില്ലേ, അവിടെ കൊണ്ടേ ചേർക്കണം നമ്മളാരും പറയുന്നില്ല. പക്ഷേ ഹിജാബ് എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവൾക്ക് നിർബന്ധമാക്കിയൊരു കാര്യമാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ വളരെ കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഭരണഘടനയും ഈ ഗൈഡ് ലൈൻ ഒന്നും ആരും ഔദാര്യമൊന്നുമല്ല, ഇത് ചോര ചിന്തി നേടിയ സ്വാതന്ത്ര്യത്തിന് ശേഷം രേഖപ്പെടുത്തി വെച്ചതാണ്. നമ്മളിങ്ങനെ ഓരോന്നും ഫാഷിസം അത് ഭയങ്കര പ്രശ്നമാണ്, മരുന്നിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നും പിൻവലിക്കാൻ തുടങ്ങിയാല് നാളെ പറയും എന്താ പറയുക, അല്ലാഹു അക്ബർ എന്ന പോലെ വള്ളി എന്ന് പറയുന്നത്, അള്ളയാണ് വലുത്, അപ്പൊ ശിവൻ വലുതല്ല എന്ന് അതിന്റെ അർത്ഥം.
ശ്രീകൃഷ്ണൻ വലുതല്ല എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ബാങ്ക് പറ്റൂല. അടുത്തതോ, ഓ നിസ്കരിച്ചിറങ്ങുന്നുണ്ട്, ഓന്റെ കയ്യിൽ ഖുറാനുണ്ട്. ഈ അതിർത്തി ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാദവും അല്ലാതിരുന്ന 10 കൊല്ലം മുമ്പ് ഒരു വിവാദവും അല്ലാതിരുന്ന ഓരോന്നും വിവാദമാക്കുക. ഉത്തരേന്ത്യയിൽ ഒരു വിവാദമില്ലാത്ത പള്ളി പോയിട്ട് അതിന്റെ താഴെ ശിവലിംഗം ഉണ്ട് എന്ന് പറയും, വിവാദമാക്കും. ഇവിടെ പറ്റൂല. ഇവിടെ പല കാരണം, ഓരോരുത്തർ അവരവരുടെ ന്യായം പറയും. നമ്മളെ കാരണമാണെന്ന് ഓരോരുത്തരും പറയും. എല്ലാവരും കൂടി പറയുന്ന കാരണത്താൽ ഇവിടുത്തെ നവോത്ഥാന സംവിധാനങ്ങൾ, ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വന്ന സംവിധാനം എല്ലാവരും കൂടി ഒരുക്കിയതാണ് ഈ സിറ്റുവേഷൻ. ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രമൊന്നുമല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും ഈ നാട് ഇങ്ങനെ രൂപപ്പെട്ടതിൽ കൃത്യമായ റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഓരോ സാധനം എടുക്കുക, എന്നിട്ടോ ഓരോന്നിനെ വിവാദമാക്കുക, എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അവസാനം മസലത്ത് അവിടെ എത്തുക. ഭൂരിപക്ഷം എന്താണ് വിശ്വസിക്കുന്നത്? ഭൂരിപക്ഷങ്ങളുടെ വിശ്വാസം വിളക്ക് കൊളുത്തുക എന്നത് അതിനൊരു രീതിയുണ്ട്. ചെരുപ്പൂരിട്ടിട്ടാ വിളക്ക് കൊളുത്തുക. അതിന്റെ കരിന്തിരിനെ സംബന്ധിച്ചുണ്ട്, അതിന് ഷർത്തുകളുണ്ട്, അതിന് ഫർളുകളുണ്ട്. അവരതനുസരിച്ച് അത് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് ആരാധനയുടെ ഭാഗമാണ്. അതിലൊരാൾ പങ്കെടുക്കൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. എന്നാലോ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ ഒരു പ്രശ്നമല്ല അല്ലേ? ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൊരു വിഷയമല്ല. ഇവിടുത്തെ യുക്തിവാദികൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വിളക്ക് കൊളുത്തിനോടുത്ത് ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓലയിൽ കാരണം അതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഓല് പങ്കെടുത്തിട്ടില്ലെങ്കിൽ വിഷയമല്ല. ഇവിടുത്തെ ഒരു മുസ്ലിമായ വ്യക്തിയോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ അങ്ങനത്തെ ഒരു ഭൂരിപക്ഷം വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നാലോ മതമൗലികവാദി എന്ന് പറയുന്നിടത്തേക്ക് ഗൈഡ് ചെയ്യപ്പെടുന്നിടത്ത് നമ്മൾ നിവർന്നു നിന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്ക് തോന്നുന്നത് ഇത് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു വൈകാരിക അല്ലത്. വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തെ മുന്നിൽ കണ്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിരോധമാണിത്. ഇതെല്ലാവരും ബോധ്യപ്പെട്ടാൽ മതി, ഇതെല്ലാവരും തിരിച്ചറിഞ്ഞാൽ മതി. ഇത് കൃത്യമായി ഓരോരുത്തരും ഇതിന്റെ ശരിതെറ്റുകളാണ് മനസ്സിലാക്കിയാൽ മതി അല്ലേ? ഇവിടെ 2 കാര്യങ്ങൾ വിവാദമാകുക. ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിലെ ഒരു ടീച്ചർ വോയിസ് ഇട്ടു, ഇവിടെ ഓണം പരിപാടി ഉണ്ടാവില്ല, നമ്മളെ രീതിയല്ല എന്ന വോയിസ് ഇട്ടു. അപ്പൊ അത് ഭയങ്കര വിവാദമായി. നമ്മളെ നാട്ടിൽ അത് ഭയങ്കര വിവാദമായി. ഒരാൾക്ക് അയാളുടെ വിയോജിപ്പ് പറയാനുള്ള റൈറ്റ് ഇല്ലേ? ഓരോരുത്തർക്ക് അവരുടെ നടപ്പിലാക്കാനുള്ള റൈറ്റ് ഇല്ലേ? തൊട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഗുരുവായൂരിലെ കുളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി പോയി അവരുടെ കാല് കഴുകി. അതെങ്ങനെ വിവാദമായത്? അത് ആ ആചാരത്തിന് അനുകൂലമായിട്ടാണ് വിവാദമായത്. അവിടെ ചടങ്ങുകൾ നടത്തണം, ഇതാക്കണം, ഒരു പ്രശ്നമല്ലായിരിക്കും, ഒരു പ്രശ്നമല്ല. ഞാനിത് പറഞ്ഞാൽ ഞാൻ മതഭീകരവാദിയായി. ഇതിനെ ഈ വിഷയം ചർച്ചക്കെടുത്താൽ ഇത് ചർച്ചക്കെടുത്താൽ അപ്പൊ മതമൗലികവാദിയായി. ആരുടെയെങ്കിലും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കിട്ടിയിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. അതന്നെ പറയുള്ളൂ. ഒരാളുടെയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കിട്ടിയിട്ട് അതിന്റെ ആനുകൂല്യത്തിലല്ല ജീവിക്കുക കേട്ടോ. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വളരെ ധൈര്യപൂർവ്വം പറയും, ലോകത്തെ കോടിക്കണക്കിന് സെലഫികളുടെ ബെഡ്റൂമിലെ വോയിസ് ഡീകോഡ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ പോലും രാജ്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ഒരു വാചകം ഒരു സ്വകാര്യതയിൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത് ഉള്ളിലെ വിശ്വാസത്തിന്റെ നിലപാടിന്റെ കാര്യമാണ്. കഴിഞ്ഞ 10-42 കൊല്ലം ഇവിടെ ജീവിക്കണേ. ഈ 42 കൊല്ലത്തെ ഞാൻ എന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരുടെ കാര്യം പറയാം. മൊത്തം ജീവിതത്തെ ആർക്കെങ്കിലും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോലും ഉണ്ടാവില്ല ഒരു സ്വകാര്യ മീറ്റിംഗ്. അത്ര ക്ലിയർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായി ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. ആ അവകാശത്തെ ഹനിക്കാൻ ഒരാളെയും സമ്മതിക്കാൻ പറ്റൂല. അതിന് എന്തൊക്കെ ചാപ്പ കുത്തിയാലും വേഗം താലിബാനി ചാപ്പ കൊണ്ടൊന്ന് കുത്തും. താലിബാൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമ്മളെ രാജ്യമൊക്കെ ഭയങ്കര ചർച്ചയും പത്രസമ്മേളനമൊക്കെ കാണുന്നുണ്ട് താലിബാനിലെ മന്ത്രിക്കായിട്ട് അല്ലേ? കേന്ദ്ര സർക്കാരിന്റെ ഡിസ്കഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വേഗം കൊണ്ടുവന്നിട്ട് താലിബാനി ചാപ്പടലാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്നത് അവരുടെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസാണ്. അതെന്തിനാണ്? 2 വാക്കുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കാര്യം മാത്രം മതി. യുറഫിന, അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്താ തിരിച്ചറിയേണ്ടത്? എന്റെ അടുത്തേക്ക് വേണ്ടാത്ത പരിപാടികൾക്കൊന്നും വരണ്ട. ഞാൻ ലിവിങ് ടുഗദറിന് പറ്റിയ ആളല്ല. ഞാൻ ലെസ്ബിയൻ സെക്സിന് പറ്റിയ ആളല്ല. ഞാൻ ഇൻസെസ്റ്റ് സെക്സിനെ അനുകൂലിക്കുന്ന ആളല്ല. എനിക്ക് ഒരു പുരുഷൻ എന്റെ ക്ലാസ് പഠിക്കണ കുട്ടിയാണ്, ആങ്ങളെന്റെ സ്ഥാനത്തല്ല. എനിക്ക് ഈ പറയുന്ന പ്രേമവും ചുറ്റിക്കളിയും പറ്റൂല. ഈ ഒറ്റ തട്ടെടുത്ത് വിടുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ അർത്ഥതാണ് യുറഫിന, അവൾക്കൊരു വ്യക്തിത്വന്റെ നിലപാടുണ്ട്. അടുത്തെന്താ? യുദീന, അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ചോദിക്ക്, നിങ്ങളുടെ അടുത്ത് ഗൂഗിൾ ഉണ്ടല്ലോ, നിങ്ങൾ ചോദിക്ക്, ഈ ഹിജാബുള്ള നാടുകളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ റേറ്റ് എത്രയാണ്?
ഇല്ലാത്ത സ്ഥലത്തെ റേറ്റ് എത്രയാണ്? നമുക്ക് ബാക്കിയൊക്കെ വിടാം. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഒരു പുരുഷനെ ആകർഷിക്കുന്ന ഭാഗം കണ്ടാൽ അവന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രോസസ് എന്താണ്? ഖുർആനും ബുഖാരി മുസ്ലിം ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ്? എന്താ തോന്നുക? പെങ്ങളാണെന്ന് തോന്നോ? അയലോക്കക്കാരിയാണെന്ന് തോന്നോ? ഇല്ല, അയാൾക്ക് അവളിൽ ആകർഷണീയത ഉണ്ടാകും എന്നാണ് മെഡിക്കൽ സയൻസ് പറയണത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്തരം എല്ലാ കാരണങ്ങൾ കൊണ്ടും 100% ബോധ്യത്തോടെ നിൽക്കാവുന്ന ഒരു വിഷയം എന്നുള്ള നിലക്ക് നമ്മൾ അമിതത്വത്തിലേക്ക് പോകാതെ വിവേകത്തോടു കൂടെ ഉള്ളതിനെ, അതിന് കാലത്തിന് ചേരാത്തതാണെന്ന് തോന്നിയാലും അതിനെ അംഗീകരിച്ചും ഉൾക്കൊണ്ടുമൊക്കെ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മിലൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ നിലപാടുകൾ എടുക്കുന്ന ആളുകൾ ബദ അൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം ആളും അർത്ഥമൊന്നുമില്ലാതെ തുടങ്ങിയതാണ്. വസയഉദു കമാ ബദ ഗരീബ, അത് തുടങ്ങിയെടുത്ത് തന്നെ മടങ്ങും. അതിന്റെ നിലപാടുകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ പുരോഗമനത്തിന്റെ പേരിലൊക്കെ ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. അപ്പൊ ഫതൂബാലിൽ ഖുറബ, അപ്പോ ആ ഒരു സന്ദർഭത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ആരാലും പിന്തുണകളില്ലാത്ത ആ സമൂഹത്തിന് എന്റെ ആശംസകൾ അല്ലാഹുവിന്റെ റസൂൽ പറയാം. ആരാണവർ? അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ദുഷിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ ഇറങ്ങുന്നവരാണവർ എന്ന്. അല്ലദീന യതമസ്സകൂന ബിദീനിഹിം ഇൻദ ഫിത്നത്തിന്നാസ്, ജനങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ ജീവിതം പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരാണവർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, അവിവേകത്തിന്റെ വഴിയല്ല, വിവേകത്തിന്റെ വഴി, അമിതത്വത്തിന്റെ വഴിയല്ല, പ്രമാണങ്ങളുടെ വഴി, അതിൽ പറയേണ്ട വാക്കുകളും വാചകങ്ങളും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചും യഥാർത്ഥ മുഅ്മിനുകളായി മുഖ്ലിസുകളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങൾ, അവരുടെ കാരണങ്ങൾ അറിയാത്ത രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെയൊക്കെ സദസ്സുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബിനെ ആരാധിച്ചും അനുഷ്ഠിച്ചും ജീവിതത്തിൽ നിലപാടുകൾ പറഞ്ഞും പ്രഖ്യാപിച്ചും മറ്റു സമൂഹങ്ങളോട് ചേർന്ന് നിന്നും ഒരുമിച്ച് നിന്നും ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു